ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 സവാള ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു തക്കാളിയും. ഇതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം വളരെ പൊടിയായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതൊന്ന് അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 വേവിച്ച കിഴങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉടച്ചിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. മൈദയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് അളവിലുള്ള ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കപ്പോൾ അറിയാൻ പറ്റും ഏകദേശം എത്രത്തോളം വെള്ളം വേണ്ടി വരും എന്നുള്ളത്. ആദ്യം തന്നെ ഒന്നിച്ചൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പരുവം തെറ്റിപ്പോവും. ഇത് കിഴങ്ങായതുകൊണ്ട് തന്നെ കുറച്ച് നനവുണ്ട് ഇതിൽ. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കുഴച്ച് നോക്കുകയാണ്. പോരാതെ വരുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതിലേക്ക് ആകെ വേണ്ടി വന്നിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിന് 1/2 കപ്പ് വെള്ളമാണ്. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഞാനിതപ്പോൾ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഭയങ്കര സ്മൂത്തായിട്ടിരിക്കുകയാണ് ഈ ഒരു മാവ്. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി വേവിക്കാൻ വെച്ചത് വെന്തോന്നൊന്ന് നോക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല പോലെ ഇത് വെന്ത് കിട്ടി. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ്. വേവിച്ച ചിക്കനാണ്. ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. സാധാരണ പലഹാരം തയ്യാറാക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് എടുത്ത് തയ്യാറാക്കിയ പോലെ തന്നെയാണ് ഞാനിതും എല്ലില്ലാതെ തന്നെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. വേവിച്ച ചിക്കൻ മിക്സഡ് ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇനി ഈ ഒരു ചിക്കനിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഇനി അധികമായിട്ട് വേവിക്കണമെന്നില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ദാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി ഇതുപോലൊരു ബോർഡ് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരുന്ന ആ ഒരു മാവ് എടുത്തിട്ട് ഇതുപോലെ 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. രണ്ടും ഒരേ വലിപ്പത്തിലാണ് റെഡിയാക്കി വെച്ചിരിക്കേണ്ടത്. ഇനി അതിലൊരെണ്ണം എടുത്ത് ഇതിലേക്ക് തിരിച്ചും മറിച്ചൊക്കെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തണം. മാവ് അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പരന്ന് കിട്ടും. അതുപോലെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് തിരിച്ചും മറിച്ചൊക്കെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് നൈസ് ആക്കണ്ട. കുറച്ച് കട്ടിയിലാണ് ഈ ഒരു വലിപ്പത്തിൽ ഇതുപോലെ പരത്തി എടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഇനി അടുത്ത മാവും ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കൂട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരുപാട് അമർത്തി മുറിഞ്ഞു പോകുന്ന രീതിയിൽ ചെയ്യരുത്. ഈ ഒരു രീതിയിൽ നൈസായിട്ടൊന്ന് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു 4 കോളത്തിലും ഇതുപോലെ നമ്മൾ മസാല കൂട്ട് വെച്ച് കൊടുക്കാം. കുറച്ചധികം ഇപ്പോൾ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുള്ളവർക്ക് ചീസും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ചിരുന്നതിൽ നിന്നും ഒരു മാവും കൂടെ എടുത്ത് ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ആദ്യം നന്നായിട്ട് കറക്റ്റ് ആകൃതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ്സ് എല്ലാം പുറത്തു പോവാത്ത രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ വരഞ്ഞു വെച്ചിരുന്ന ആ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
ഇതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കായാലും കുട്ടികൾക്കായാലും കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നും, കഴിക്കാനും തോന്നും. ഇപ്പോൾ ഞാനിതിൻ്റെ ഈ ഒരു 3 സൈഡും ഇതുപോലെ ഫോർക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുക്കരുത്. ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ പുറത്തു പോവുകയും ചെയ്യും. അത് പൊട്ടിപ്പോയി അതിൻ്റെ ഷേപ്പൊക്കെ വിട്ടു പോവും. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 പീസ് ചീസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സൈഡ് വെന്തതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം, ചീസുള്ള ഭാഗം നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ 2 സൈഡും ഒരുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ഫില്ലിങ്സോട് കൂടി നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. ഇതിൻ്റെ അകം കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.